ആ അനീഷേ, എന്തൊക്കെയാടാ പരിപാടി? എന്താടാ ഒരു മോശം വരുത്തണ്ടേട്ടാ. ലഡുക്കെ 2 കിലോ വാങ്ങിക്കോ. പൈസ വല്ലതും വേണോ? പൈസ വേണം കുടിക്കട്ടാ. ഇവിടെ ഓരോരുത്തര് മരിച്ച വീട് കുത്തിരിക്കണ മാതിരിയാ. നമ്മളെ ഓമകുട്ടി തോറ്റിക്കല്ലേ, സങ്കടം ഉണ്ടാവുമല്ലോ ഉള്ളില്. ജനങ്ങൾക്ക് പോലെ വേണ്ട, പിന്നെപ്പോ എന്താ കാട്ടിന്? എന്നാ നോക്കടാ, കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ ശരി. സാധിക്ക കൊറേ നേരെ തുടങ്ങി നിർത്തിക്കോ. ഞാൻ ഇഞ്ഞും പറയും, തോറ്റിട്ടല്ലേ. എന്താണ് മനസ്സിലാക്കിയത്? ഒന്നും പറഞ്ഞ ഞാൻ ഇഞ്ഞും പറയും. നിങ്ങളൊക്കെ ഞങ്ങൾ ഇഷ്ടമാണ്, ഞങ്ങൾ പറഞ്ഞത് പറയില്ല. ഒന്നും പറയില്ല. തോൽക്കല് ജയിക്കലൊക്കെ അതിൽ ഉള്ളതാണ്. റൂമൊക്കെ തോന്നാണ് ആ ചങ്ങായിമാരെ കൊണ്ട് കുടുങ്ങി പോലെ ഇലക്ഷൻ കൊണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരുടെ പ്രശ്നം തീർന്നു. എവിടെ അത് വരി ഇത്രയും ബുദ്ധിയില്ലാത്ത ആൾക്കാർ റൂമൊക്കെ ചെല്ലാൻ വയ്യ. ആദ്യം ചില സാധ്യത തുടങ്ങിയത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. നാട്ടിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അല്ല മൊയ്തീനെ, നീ മുണ്ടല്ല സാധിക്ക, അവിടെ ഇരിക്കി, ഞാൻ പറയട്ടെ. പൊതുപ്രവർത്തനവും രാഷ്ട്രീയക്കും നല്ലതാണ്. അത് നല്ല ആൾക്കാർ ചെയ്യുമ്പോൾ. വേറെ കുറെ ആൾക്കാരുണ്ട് നാട്ടില്, ഒരു പണിക്കും പോല, കുടുംബം നോക്കില്ല, ഒരു കൊടിയും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും. വെള്ള കതറിന്റെ മാത്തറിയാത്ത കുറെ രാഷ്ട്രീയക്കാരും പിന്നെ നിങ്ങളെ പോലത്തെ കുറച്ച് അണികളാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നത്. നേതാക്കന്മാർക്കും വേണ്ടിയിട്ട് നമ്മി തല്ലാൻ വേണ്ടിയിട്ടാവരുത് നമ്മുടെ ജീവിതം. ഭരണം മാറി മറിഞ്ഞും വരും. നമ്മുടെ ഒന്നും മനസ്സ് മാറരുത്. നിങ്ങൾ കൈ കൊടുക്കി.